CPIM വൈപ്പിൻ ഏരിയ സമ്മേളനം 4 ദിവസങ്ങളായി കുഴുപ്പള്ളിയിൽ വിവിധ കലാപരിപാടികൾ വെള്ളിയാഴ്ച ആരംഭിച്ചു. വൈകിട്ട് 4 ദീപശിഖ പ്രയാണം, പതാക ജാഥകൾ. വൈകിട്ട് 6 പൊതുസമ്മേളന വേദിയിലെത്തി സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ KK ജോഷി പതാക ഉയർത്തി. 24-ാം പാർട്ടി കോൺഗ്രസ് ഈ 25 ഏപ്രിൽ മാസത്തിൽ മധുരയിൽ വെച്ച് നടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈപ്പിൻ ഏരിയ സമ്മേളനം ഇന്ന് പള്ളത്താങ്കുളങ്ങരയിൽ ഇവിടുന്ന് പുറപ്പെടുന്ന ദീപശിഖയും ഇടവനക്കാട് നിന്ന് പുറപ്പെടുന്ന പതാകയും വൈപ്പിൽ നിന്ന് പുറപ്പെട്ട കൊടിമരവും എത്തിച്ചേരുമ്പോൾ ജാഥകളായി 3 സംഗമിക്കുമ്പോൾ അവിടെ ഏരിയ സമ്മേളനത്തെ തുടക്കം കുറിച്ചുകൊണ്ട് പതാക ഉയരും. അതിനുശേഷം നാളെയും മറ്റന്നാളുമായി കൊഴുപ്പിൽ വെച്ച് നടക്കുന്ന പ്രതി സമ്മേളനവും 25-ാം തീയതി ഉള്ള മഹാപ്രകടനത്തോടും കൂടി അതോടൊപ്പം തന്നെയുള്ള റെഡ് വോളണ്ടിയർ മാർച്ചോടും കൂടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ 24-ാം പാർട്ടി കോൺഗ്രസ് അനുബന്ധിച്ചുള്ള വൈപ്പിൻ ഏരിയ സമ്മേളനം നടക്കുന്നത്. അതിന്റെ പ്രചരണാർത്ഥം അതിന്റെ ഭാഗമായി നടക്കുന്ന ദീപശിഖ പ്രയാണത്തിന്റെ ഉദ്ഘാടനവും തുടർന്നുള്ള പ്രവർത്തനവുമാണ് ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ അധ്യക്ഷനായി ഈ CPIM-ന്റെ ഏരിയ കമ്മിറ്റി അംഗവും ചെറായി LC സെക്രട്ടറിയുമായ PV സജീവൻ ക്ഷണിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ 24-ാമത് പാർട്ടി കോൺഗ്രസ് 2025 ഏപ്രിൽ മാസം 5, 6, 7 തീയതികളിലായി തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് നടക്കുകയാണ്. അതിനെല്ലാം മുന്നോടിയായി അടിമുതൽ മുടിവരെയുള്ള പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളുടെയും സമ്മേളനങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനടിസ്ഥാനത്തിൽ വൈപ്പിൻകരയിലെ ഏകദേശം 140 വരുന്ന ബ്രാഞ്ചുകളുടെയും 8 ലോക്കൽ കമ്മിറ്റികളുടെയും സമ്മേളനം തികച്ചും ജനാധിപത്യപരമായി നടപ്പിലാക്കി വൈപ്പിലെ ഏരിയ സമ്മേളനം നടക്കുകയാണ്. ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി ഒരു സമൂഹത്തിൽ ഇടപെടുന്ന പാർട്ടി എന്ന നിലക്കും സമൂഹത്തിന്റെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കുന്ന പാർട്ടി എന്ന നിലക്കും ഈ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും ശുഭകരമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി എന്ന നിലക്കും വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം ആരംഭിക്കുന്നത്. നവംബർ മാസം 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ വൈപ്പിൻകരയിലെ വിവിധ ലോക്കൽ കമ്മിറ്റികൾക്കകത്ത് വിവിധങ്ങളായ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. സെമിനാറുകൾ, ചിത്രരചനാ മത്സരങ്ങൾ, മെഹന്തി, വടംവലി മത്സരം, ക്രിക്കറ്റ്, ഫുട്ബോൾ, അങ്ങനെ ഒരു സമൂഹത്തിന്റെ യുവതയെ ആകെ ഉണർത്തുന്ന പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് സമ്മേളനത്തെ ഉത്സവമാക്കി കണ്ടുകൊണ്ട് ഇന്നലെ സമാപനം നിലക്കാണ് 20-ാം തീയതി വടംവലി മത്സരവും ഇന്ന് രാവിലെ 9:30 പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അംഗവും സഖാവ് KN ഉണ്ണികൃഷ്ണൻ, പാലയം സമരസേനാനിയും രക്തസാക്ഷിയുമായ സഖ VG വേലായുധന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് ഈ സമ്മേളനം ഉയർത്തുവാനുള്ള പതാക പാർട്ടിയുടെ വൈപ്പിൻകരയിലെ മുതിർന്ന നേതാവും CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗവും CITU-ന്റെ ഏരിയ സെക്രട്ടറിയുമായിട്ട് സഖാവ് PV ലൂയിസ് കൈമാറി ആ കൊടിമരയാഥ തെക്കുന്ന് പര്യടനം ആരംഭിച്ചിട്ടുണ്ട്. ഈ കൊടിമരക്ക് ഉയർത്തുന്ന പതാക പാർട്ടിയുടെ ദീർഘകാല നേതാവായിരുന്ന കർഷക രംഗത്ത് ത്യാഗോജ്വലമായ പ്രവർത്തനം കാഴ്ചവെച്ച് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ആവേശമായി മാറിയ സഖാവ് MK ശിവരാജന്റെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗ സഖാവ് K സാഹിത്യ ഉദ്ഘാടനം ചെയ്ത് പാർട്ടിയുടെ മുതിർന്ന നേതാവും വൈപ്പിൻകരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമായ സഖാവ് BV പുഷ്കരൻ ക്യാപ്റ്റനായിട്ടുള്ള പതാക ജാഥ പ്രയാണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് നരഭോജികളുടെ കഠാരമുനക്കിരയായി വളർന്നു വന്ന ഒരു യുവതയെ ആകെ ഉജ്ജ്വലമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കർമ്മ പരിപാടികളും ആവിഷ്കരിച്ച ഒരു നാടിന്റെ ആവേശമായി മാറിയ സഖാവ് KP ചന്ദ്രബാബുവിന്റെ
രക്തം വീണ് ചുവന്ന ഈ ചിറയുടെ മണ്ണിൽ നിന്ന് ഈ സമ്മേളനം ഉയർത്തുവാനുള്ള ദീപശിഖ റാലി ആരംഭിക്കാൻ പോവുകയാണ്. ഇതിന്റെ ക്യാപ്റ്റൻ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവുമായിട്ട് സഖാവ് AS അരുണയാണ്. ഈ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവ് AP പ്രിനിലാണ്. ഈ 3 ജാഥകളും പള്ളത്താങ്കുളത്തിൽ സംഗമിക്കുമ്പോൾ ഈ വൈപ്പിൻകരയുടെ പോരാട്ട വീടുകൾക്ക് ഉജ്ജ്വലമായ ഊർജ്ജം നൽകിക്കൊണ്ട് രക്തസാക്ഷികളുടെ രക്തം വീണ് ചുവന്ന പുന്നപ്രകാലത്തും വയലാറിലും കയ്യൂരിലും കാവുമ്പായിലും മേനാശ്ശേരിയിലുമെല്ലാം മധ്യവർഗത്തിന്റെ ഇടിവണ്ടികൾക്ക് മുമ്പിൽ നിറമാറ് കാണിച്ച രക്തം കൊണ്ട് ചുവന്ന ഈ രക്തപതാക വാനിലേക്ക് ഉയരുമ്പോൾ ഈ പ്രസ്ഥാനം തകർക്കാൻ നിസ്സവർഗത്തിന്റെ ആവേശവും ആശയവുമായ ഈ പ്രസ്ഥാനം തകർക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ സമ്മതിക്കില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് 2 ദിവസം നീണ്ടു നിൽക്കുന്ന പൊതു സമ്മേളനത്തിന് നാളെയും മറ്റന്നാളും തുടക്കം കുറിക്കുകയാണ്. ശേഷം 25-ാം തീയതി വൈപ്പിൻകരയുടെ പരിച്ഛേദമായി വൈപ്പിൻകരയിലെ ജനങ്ങൾ ആവേശമായി വൈകിട്ട് 4 മണിക്ക് അയ്യമ്പള്ളിയിൽ നിന്ന് റെഡ് വണ്ടി മാർച്ചും ബാൻഡ് മേളവും ബഹുജന റാലിയും ആരംഭിച്ച ആ ജാഥ പള്ളത്താങ്കുള മൈതാനത്തിൽ ചേരുമ്പോൾ ആ ജാഥയെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി സഖാവ് P രാജു പ്രസംഗിക്കും. S ശർമ്മ, K ഉണ്ണികൃഷ്ണൻ, CK പരീത് തുടങ്ങിയ ജില്ലയിലെ സമ്മേളന നേതാക്കന്മാർ നമ്മളെ അഭിവാദിച്ച് സംസാരിക്കും. ഭാഗമായുള്ള 2 ജാഥകൾ ആരംഭിച്ചിട്ടുള്ള വിവരം ഇവിടെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചെറായിയുടെ മണ്ണിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് KP ചന്ദ്രബാബുവിൻ്റെ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പാർട്ടിയുടെ മുതിർന്ന സഖാവായിട്ടുള്ള സഖാവ് AS അരുണമച്ചേച്ചി ഏറ്റുവാങ്ങുന്ന ദീപശിഖ ഇവിടെ നിന്ന് പ്രയാണം ആരംഭിക്കുകയാണ്. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സഖാവ് AP പ്രിനിലിനെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള നമ്മുടെ ഏരിയ സമ്മേളനത്തിന് അല്പസമയത്തിനകം പതാക ഉയരുവാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള 3 ജാഥകൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. സഖാവ് AGയുടെ ഗൃഹത്തിൽ നിന്നുള്ള ജാഥ രാവിലെ സഖാവ് PV ലൂയിസ് ക്യാപ്റ്റനായി അതിൻ്റെ പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. സഖാവ് MKയുടെ സ്മൃതി കുടീരത്തിൽ നിന്നുള്ള ജാഥയും പ്രയാണം ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വൈപ്പിൻകരയുടെ ധീരരക്തസാക്ഷി പ്രതിലോമ രാഷ്ട്രീയത്തിനെതിരെയും പ്രതിലോമ ശക്തികൾക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചതിൻ്റെ പേരിൽ രക്തസാക്ഷിത്വം വഹിച്ച സഖാവ് ചന്ദ്രബാബുവിൻ്റെ സ്മൃതി കുടീരത്തിൽ നിന്നാണ് നമ്മുടെ സമ്മേളന വേദിയിൽ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദീപശിഖ ജാഥ ആരംഭിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 145 ബ്രാഞ്ച് സമ്മേളനങ്ങളും 8 ലോക്കൽ സമ്മേളനങ്ങളും ഐക്യത്തോടെ ജനാധിപത്യപരമായ രീതിയിൽ പൂർത്തീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഏരിയ സമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിക്കുന്നത്. 24-ാം പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ മാസം മധുരയിൽ വെച്ച് ചേരുകയാണ്. പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ജനുവരി 23, 24, 25, 26 തീയതികളിൽ എറണാകുളത്ത് വെച്ചും സംസ്ഥാന സമ്മേളനം ഫെബ്രുവരിയിൽ വെച്ചുമാണ്, കൊല്ലത്ത് വെച്ചുമാണ് ചേരുന്നത്. നമ്മുടെ സമ്മേളനങ്ങൾ ഏറ്റവും ഗൗരവത്തോടെയാണ് ഈ സമൂഹം വീക്ഷിക്കുന്നത് എന്നറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി
മറ്റു പാർട്ടികളിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാവുന്നു? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി 3 മേഖലയിൽ നടത്തുന്ന വർഗ സമരമാണ്. അത് ആശയപരം, സാമ്പത്തികം, രാഷ്ട്രീയം. ഈ മേഖലയിൽ സമർഹമായിട്ടുള്ള പ്രാധാന്യത്തോടെ നാം നടത്തുന്ന വർഗസമരം അത് ജനങ്ങൾക്ക് മുമ്പാകെ എങ്ങനെ വളരെ ഗൗരവമായ പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിക്കുവാൻ സാധിക്കും എന്നതിൻ്റെ ഏറ്റവും രാഷ്ട്രീയപരവും സംഘടനാപരവുമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന വേദിയായി 24ാം പാർട്ടി കോൺഗ്രസ് മാറുവാൻ പോവുകയാണ്. ഈ രാജ്യത്ത് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിലാണ് നമ്മുടെ പാർട്ടി സമ്മേളനങ്ങളാകെ നടക്കുന്നത് എന്നുള്ളത് കാണുവാൻ സാധിക്കും. ഈ രാജ്യത്തിനകത്ത് ജനാധിപത്യവും മതേതരത്വവും ഈ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെയും ബഹുസ്വരതയെയും തകർക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഈ രാജ്യത്തിനകത്ത് സാധ്യമാകുന്ന പാർട്ടി എന്ന് പറയുന്നത് CPM-ഉം ഇടതുപക്ഷവും മാത്രമാണ്. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പാർട്ടിയുടെ പ്രവർത്തനത്തെ നമ്മൾ സമ്മേളനത്തിൽ നാം എടുക്കുന്ന രാഷ്ട്രീയപരവും സംഘടനാപരവുമായിട്ടുള്ള തീരുമാനത്തെ പൊതുസമൂഹം നോക്കിക്കാണുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് കേരളത്തിനകത്തും ഈ രാജ്യത്തിനകത്ത് ജനപക്ഷ ബദൽ വികസനത്തിന്റെ ഉദാത്തമായിട്ടുള്ള മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരേ ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തിനകത്ത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ഗൂഢാലോചന ഈ കേരളത്തിനകത്തുൾപ്പെടെ നടക്കുകയാണ്. ഒരു ഭാഗത്ത് വർഗീയ വലതുപക്ഷ ശക്തികളും കോർപ്പറേറ്റ് മാധ്യമങ്ങളും മതതീവ്രവാദ പ്രസ്ഥാനങ്ങളും ഒക്കെ ഒത്തുചേർന്നുകൊണ്ട് ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാരിനെയും അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നുണപ്രചരണങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഈ കേരളീയ സമൂഹത്തിനകത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉന്നം എന്ന് പറയുന്നത് ഈ കേരളത്തിനകത്ത് തങ്ങി നിൽക്കുന്ന ഒരു ഇടതുപക്ഷ ബോധത്തെ തകർക്കുക എന്നുള്ളതാണ്. കേരളത്തിന്റെ മണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ മണ്ണ് പുരോഗമന സ്വഭാവമുള്ള മണ്ണാണ്. ആ മണ്ണ് നവോത്ഥാന മൂല്യങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ വർഗീയ ശക്തികളുടെ സ്വാധീനം എന്തുകൊണ്ട് ഇല്ല എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം അത് ഇടതുപക്ഷത്തിന്റെ സ്വാധീനമുള്ളത് കൊണ്ടാണ്. അത് പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങളുടെ സ്വാധീനമുള്ളത് കൊണ്ടാണ്. അത് കേരളത്തിന്റെ മണ്ണിന്റെ സ്വഭാവം നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മണ്ണ് എന്നുള്ളത് കൊണ്ടാണ്. ആ മണ്ണിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രതിലോമ ശക്തികൾ കേരളത്തിന്റെ മണ്ണിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കെതിരെ നിരന്തരമായിട്ടുള്ള ഒരു നുണപ്രചരണം ഈ കേരളത്തിനകത്ത് ഉയർത്തിവിടുന്നത്. ആ ഗൂഢാലോചനയെ തിരിച്ചറിഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, മാർക്സിസ്റ്റ് പാർട്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഇടതുപക്ഷ മൂല്യങ്ങളെ കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയപരവും സംഘടനാപരവുമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ട വേദിയായി ഈ സമ്മേളനങ്ങളാകെ മാറുമ്പോൾ അതിന് എല്ലാവിധ പിന്തുണയും ഈ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ദീപശിഖ പ്രയാണത്തിന് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഈ ദീപശിഖ ജാഥയുടെ ക്യാപ്റ്റൻ ഈ വൈപ്പിങ്കരക്കകത്ത് വലിയ പോരാട്ടങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമായി നിന്നുകൊണ്ട് വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സഖാവ് AS അരുണയാണ്. സഖാവ് AS അരുണയ്ക്ക് ഈ ദീപശിഖ കൈമാറി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു.
ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഏരിയ സമ്മേളനം സിന്ദാബാദ്, ഏരിയ സമ്മേളനം സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തധാരകം സിന്ദാബാദ്, രക്തധാരകം സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, ഏരിയ സമ്മേളനം സിന്ദാബാദ്, ഏരിയ സമ്മേളനം സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ്. 24-ാം പാർട്ടി കോൺഗ്രസ് 25-ല് മാതുരയിൽ വെച്ചും അതുപോലെ അതിന്റെ താഴേക്കടയിലുള്ള സമ്മേളനങ്ങൾ ഇന്ന് വൈപ്പിൻകരയിൽ തുടക്കം കുറിക്കുകയാണ്. ഈ സമ്മേളനത്തിലെല്ലാം നമ്മൾ ഇത് നടക്കുമ്പോൾ നമ്മുടെ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നേരത്തെ ഇവിടെ പ്രിൻസ് സൂചിപ്പിച്ചതുപോലെ 2 പ്രാവശ്യം നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുന്നത് അത് നിക്കക്കള്ളിയില്ലാതെ അതിനെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ആളുകൾ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നോക്കിയാലും നമ്മളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മുന്നേറുകയാണ്. ഇതിനെ ലക്ഷ്യമിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഈ സമ്മേളനം ഇന്നും നാളെയും മറ്റന്നാളും അതിന്റെ സംഘടനാ തലത്തിലുള്ള ചർച്ചയും എല്ലാം കാര്യങ്ങളും നടക്കുകയാണ്. അത് ഈ സർക്കാർ നിലനിൽക്കുകയും പാർട്ടിയെ നല്ല സംഘടനാ രീതിയിൽ കൊണ്ടുവരുന്നതിന് മുഴുവൻ ആളുകളും തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ദീപിച്ചക പൊതുസമ്മേളന വേദി ഈ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പതാക ഉയർത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗവും സംഘാടക സമിതിയുടെ ചെയർമാനുമായിട്ടുള്ള സഖാവ് കെ ജോഷിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയങ്കരനായ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ്, അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റിയുടെ അംഗങ്ങളായ സഖാക്കള്, നമ്മുടെ ഈ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ഏരിയ സമ്മേളനത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഈ പതാക ഉയർത്തുന്നതിനും ഈ ജാഥകളെ സ്വീകരിക്കുന്നതിനും വളരെ ആവേശത്തോടു കൂടി, വളരെ സ്നേഹത്തോടു കൂടി, സന്തോഷത്തോടു കൂടി പ്രിയങ്കരായ സഖാക്കളെ, നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികൾ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പാർട്ടിയുടെ 24-ാം പാർട്ടി കോൺഗ്രസ് ഈ വരുന്ന വർഷം 2025 ഏപ്രിൽ മാസത്തിൽ നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് നടക്കുകയാണ്. പാർട്ടി കോൺഗ്രസ് ഒരു CPM-നെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിലെ പരമപ്രധാനമായ ഒരു സമ്മേളനമാണ്. ആ സമ്മേളനം ഒരു ദിവസം കൊണ്ട് നടത്തി തീർക്കുന്നോ 2 ദിവസം നടത്തി തീരുന്ന ഒരു സമ്മേളനമല്ല. ഇന്ത്യയിലെ മുഴുവൻ ബ്രാഞ്ചുകളും അവരുടെ സമ്മേളനങ്ങൾ ചേരുകയും വലിയ ആവേശത്തോടുകൂടെ ചർച്ചകളിൽ പങ്കെടുക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും അതേ തുടർന്ന് ലോക്കൽ സമ്മേളനങ്ങൾ ചേരുകയും ജില്ലാ സമ്മേളനങ്ങൾ ചേരുകയും ഏരിയ സമ്മേളനം ചേരുകയും ജില്ലാ സമ്മേളനങ്ങൾ, സംസ്ഥാന സമ്മേളനങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുന്നത്. നമ്മുടെ വൈപ്പിൻ ഏരിയയെ സംബന്ധിച്ച് പറഞ്ഞാൽ 145 ബ്രാഞ്ചുകളാണ് നമ്മുടെ വൈപ്പിൻ ഏരിയയിലുള്ളത്. 145 ബ്രാഞ്ചുകൾ വളരെ ഫലപ്രദമായി ഓരോ ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിൽ സമ്മേളിക്കുകയും വലിയ നല്ല രീതിയിലുള്ള ചർച്ചകൾ നടത്തുകയും അതിനുശേഷം അതിന് തീരുമാനങ്ങൾ എത്തിപ്പിരിക്കുകയാണ് ചെയ്തത്. തുടർന്ന് നമുക്കറിയാം, നമ്മുടെ 8 ലോക്കൽ സമ്മേളനങ്ങൾ വളരെ സമാധാനപൂർണമായ രീതിയിൽ, ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കി തീർക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ പാർട്ടിയുടെ വൈപ്പിൻകരയിലെ സംഘടനാശേഷിയുടെ വിളിച്ചോതലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷമാണ് വൈപ്പിൻ ഏരിയ സമ്മേളനം ഇന്ന് കൊടിയേറുന്നത്. അടുത്ത 2 ദിവസങ്ങളിലായി ചർച്ചകളും പ്രതിസമ്മേളനവും നടന്നു. നമ്മൾ പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുകയും തുടർന്ന് 25-ാം തീയതി ബഹുജനങ്ങളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് വലിയ തോതിലുള്ള റെഡ് ബ്രാൻഡർമാരുടെ അകമ്പടിയോടുകൂടിയുള്ള ഒരു ശക്തിയെ വിളിച്ചോന്ന രീതിയിലുള്ള പ്രകടനവും സമ്മേളനം ഇവിടെ നടക്കുകയാണ്.
ഒരു പാർട്ടിയെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഒരു ചടങ്ങല്ല. പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 വർഷം ഇതിനു മുൻപ് നടന്ന പാർട്ടി കോൺഗ്രസിൽ നമ്മളെടുത്ത തീരുമാനങ്ങൾ എത്രമാത്രം നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായി, എന്തെങ്കിലും കോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാൻ, അതിനെ മുറിച്ചു കടക്കാൻ ഉള്ള മാർഗങ്ങൾ എന്താണെന്ന് വളരെ ലോക സാഹചര്യങ്ങളെ വളരെ സമഗ്രമായി പരിശോധിച്ചുകൊണ്ട് തീരുമാനമെടുക്കുകയാണ്. അതിനുശേഷമാണ് നമ്മളൊരു രാഷ്ട്രീയ പ്രമേയം അംഗീകരിക്കും. ഈ രാഷ്ട്രീയ പ്രമേയം, അതിന്റെ കരട് രാഷ്ട്രീയ പ്രമേയം എല്ലാ അംഗങ്ങൾക്കും കൊടുക്കുക മാത്രമല്ല, പൊതുജനങ്ങളുടെ മധ്യത്തിലേക്ക് വെബ്സൈറ്റിൽ നമ്മൾ പ്രസിദ്ധീകരിക്കും, പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കും. ആ പ്രമേയത്തിൽ ഉള്ള അഭിപ്രായങ്ങൾ ഒരു പാർട്ടി അംഗത്തിന് മാത്രമല്ല, പാർട്ടിയെ വിമർശിക്കുന്നവന്, പാർട്ടിയെ സ്നേഹിക്കുന്നവന്, സ്നേഹിക്കാത്തവന് പോലും അഭിപ്രായങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് കൊള്ളാവുന്നത് കൊണ്ടും തള്ളിയുമാണ് സമഗ്രമായ ഒരു പാർട്ടി ഒരു പ്രമേയം നമ്മൾ അംഗീകരിക്കുന്നത്. ആ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത 3 വർഷം നമ്മൾ പ്രവർത്തനം രൂപീകരിക്കുന്നത്. അത്തരത്തിലുള്ള വലിയ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ള ഒരു സമ്മേളനമാണ് പാർട്ടി കോൺഗ്രസ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനം വലിയ ആവേശത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇടതുപക്ഷ പ്രസ്ഥാനം 2 പ്രാവശ്യം CPIM നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിൽ വന്നു. ഈ 2 പ്രാവശ്യം വരാൻ കാരണം ആദ്യ സമയത്ത് നടത്തിയും രണ്ടാമത് നടത്തിയും ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. അത്തരത്തിലുള്ള ജനോപകാരപ്രദമായ പ്രശ്നങ്ങൾ നടപ്പിലാക്കുമ്പോൾ തന്നെ ലോകത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് മുഴുവൻ മാതൃകായ രീതിയിലുള്ള നിർദ്ദേശങ്ങളും അത് നടപ്പിലാക്കുവാനുള്ള ആർജവും കാണിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം നടക്കുന്ന കാലഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കുവാനുള്ള പ്രവർത്തനം ഇന്ന് തുടങ്ങിയതല്ല. ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വീരാവാപം നടന്നപ്പോൾ മുതൽ ആരംഭിച്ചാണ് സാമ്രാജ്യ ശക്തികളുടെ വലിയ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായുള്ള പ്രവർത്തനങ്ങൾ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് പോകുമ്പോൾ ആ ഗവൺമെന്റിന് താറടിച്ച് കാണിക്കാൻ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട്, BJPയെ കൂട്ടുപിടിച്ചുകൊണ്ട്, ഇവിടുത്തെ UDF അവർ രണ്ടും കൈകോർത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെയും നശിപ്പിക്കുവാനുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത് എന്നുള്ള സമയത്താണ് നമ്മൾ ഈ പാർട്ടി കോൺഗ്രസ് ചേരുന്നത്. മനസ്സിലാക്കണം, നമുക്കെതിരെ മുഴുവൻ ശത്രുക്കളാണ്. നമ്മളെ തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം, അത് പത്രക്കാരുടെ രൂപത്തിലായാലും ശരി, രാഷ്ട്രീയക്കാരുടെ വിജയപ്രയത്നത്തിലായാലും മതത്തിന്റെ പേരിലായാലും എല്ലാവരും ഒത്തുകൂടുന്ന സമയത്ത് നമ്മുടെ കരുത്തുകൾ കാണിച്ചുകൊണ്ട് മുന്നേറി പോകേണ്ട, വലിയ മുന്നേറ്റം നടത്തേണ്ട സമയമാണത്. അതിന് പറ്റിയ രീതിയിലുള്ള സമ്മേളനമാണ് നമ്മൾ നടന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങൾ ഇവിടെ സമ്മേളനം നടക്കുമ്പോൾ അനൈക്യത്തിന്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇക്കൊല്ലം ഈ സമ്മേളനം നടക്കുമ്പോൾ വലിയ ഒരു എന്താ പറയാ, എല്ലാവരും ഒറ്റ മനസ്സാണ്, എല്ലാവരും ഒറ്റക്കൈയാണ്. ആ രീതിയിലുള്ള സമ്മേളനം നടത്തി തീർക്കാൻ പറ്റി എന്നുള്ളത് ഈ വൈപ്പിൻ ഏരിയ കമ്മിറ്റിയുടെ, ഈ പാർട്ടി പ്രവർത്തകരുടെ ഏറ്റവും അന്തസ്സായ കാര്യമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയും ഈ പ്രസ്ഥാനത്തിന്റെ വിജയത്തിന് വേണ്ടിയും പണിയെടുക്കണം, അല്ലെങ്കിൽ അതിന് ഒത്തുചേരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഞാൻ ഈ പതാക ഉയർത്തുകയാണ് വാനിലേക്ക്.
തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. CPIM സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, CPIM സിന്ദാബാദ്, ഏരിയ സമ്മേളന സിന്ദാബാദ്, 24 പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, 24 പാർട്ടി കോൺഗ്രസ്. ആരും കാണാത്ത ഗംഭീരമായ പ്രകടനവും പൊതുസമ്മേളനമാണ് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് വിജയിപ്പിക്കേണ്ടത്. അപ്പൊ വൈകിട്ട് ഒരു 4 മണിയോടുകൂടി എല്ലാവരും പ്രതിനിധി സമ്മേളനം നടക്കുന്ന MK ശിവരാജൻ നഗർ, അതായത് അയ്യമ്പള്ളി സഹകരണ നിലയത്തിൽ എല്ലാവരും എത്തിച്ചേരണം. ലോക്കൽ കമ്മിറ്റിയുടെ കീഴില് ബാനർ പുറകിലായിട്ടാണ് LC അടിസ്ഥാനത്തിൽ അണിനിരക്കേണ്ടത്. കലാരൂപം ഉണ്ടാകണം, ചുവപ്സേന പരേഡുണ്ട്. അപ്പൊ എല്ലാ സഖാക്കളും നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ സുഹൃത്തുക്കളും അതുപോലെയുള്ള മുഴുവൻ പേരെയും അനുഭാവികളെ ഉൾപ്പെടെ ഈ പ്രകടനത്തില് അണിനിരത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മളിവിടെ നടത്തിയ ആവേശകരമായ അനുഭവം നമുക്ക് നമ്മുടെ പ്രകടനത്തിലും ആവർത്തിക്കാനാകണം.